ആ എല്ലാരും എത്തിയോ? വന്നോ? എത്ര നേരമായി വെയിറ്റ് ചെയ്യണ്? എവിടെ പോയി കിടക്കേന്? ലേറ്റ് ആയടാ. ആ ഓള് ലേറ്റ് ആയിട്ട് വരും ചെയ്യും, എന്നിട്ട് ബസ്സിനെ കുറ്റം പറയുകയും ചെയ്യും. അതൊക്കെ വീട് എത്ര ആയില്ലേ നമ്മൾ കണ്ടിട്ട് എല്ലാരും? നമ്മളിപ്പോ കണ്ടിട്ട് 5 years ആവുന്നല്ലേടാ. ഇവക്ക് ഇതെന്ത് പറ്റി? അതറിയില്ല. ഓരോ ജർമ്മനിയിലൊക്കെ ഇപ്പൊ അങ്ങനാണല്ലോ. ജർമ്മനിയിലോ? ഇവളോ സീൻ. എല്ലാ നമ്മൾ പാത്തു വന്നില്ലാലോ. പാത്തൂര് കണ്ടില്ലാലോ അല്ലേ? വരൂലേ? മറ്റേ ബിസിയാണെന്നാ പറഞ്ഞത്. ആ ഓൾക്കും തിരക്കോ? എന്ത് തിരക്കാണല്ലോ. നേരം വൈകി പോയിട്ടോ, സോറി. എടി പാത്തു, എന്താണ് മോളെ, കല്യാണത്തിന് വന്നതോ? ഒന്നും പറയണ്ട മക്കളെ, ഫുള്ള് തിരക്കാണ്. കമ്പനിയിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ നിന്ന് മെല്ലെ സ്കിപ്പായിട്ട് പാല് വിറ്റിടുന്ന പാത്തൊക്കെ മാറി ഇപ്പൊ മൊയിലാഴ്ച ആയല്ലോ. എന്റെ റബ്ബേ. ട്രൂ. സോ ഫന്നിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് നിങ്ങളൊക്കെ വർത്താനം? എന്താ? ഞാനിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാടാ. ഞാൻ എന്ത്, കല്യാണം കഴിഞ്ഞ ശേഷം ആ വീട്ടിൽ പോസ്റ്റാണ്. പിന്നെ വീട്ടിലെ പണിയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഞാനിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് വൈബൊക്കെ പിടിച്ച് നടക്കുന്നു. എന്റെ സ്റ്റോറി ഇടയ്ക്ക് കാണലുണ്ട് ഞാന്. ഈ ആ ഫോണൊന്നും എടുത്തേക്ക് മോളെ. എന്താലേ ഒതുങ്ങിപ്പോയില്ലേ? എങ്ങനെ തുള്ളിച്ചാടി നടന്ന പെണ്ണ്. അങ്ങനൊന്നും ഇല്ലടാ. വയ്യേ പല്ലുവേദന ഒറ്റുണ്ടോ? ആണ് മോളെ ജർമ്മൻ മലയാളം. മോളെ പോണ വരെങ്കിലും അതൊന്ന് മാറ്റി പിടിക്കുക, കേട്ടൊന്നും തരാൻ തോന്നുന്നുണ്ട്. എനിക്കെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളിപ്പം 3-4 കൊല്ലായിട്ട് ജർമ്മനിയിലാണ്. അപ്പം ഇവിടുത്തെ മലയാളമൊക്കെ മറന്നാലോ. ഓൾ ഇന്നട്ടേനും മലയാളം തന്നെയാണല്ലോ പറയുന്നത്. ആളാണ് പറയണെങ്കിൽ ഓളെ വിചാരം എന്തോ ഇംഗ്ലീഷിട്ട് സംസാരിക്കാന്നാട്ടോ. ഗൈസ് ടൈം ആയി, ഐ ഹാവ് ടു ഗോ. എടാ നമ്മൾ വെറുതെ പറഞ്ഞതാ, ഈ അത് വീട്. ലുന്റെ സേറാ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാലോ? എന്നാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? എല്ലാവർക്കും എന്താ വേണ്ടേ? എനിക്കിന്ന് മന്തി മതി കേട്ടോ. അപ്പൊ ചേച്ചി ഇവിടുത്തെ മലയാളം മറന്നിട്ടില്ല അല്ലേ?